കടപ്പ മേഖലയിലുള്ള ബിറ്റുമിൻ പ്ലാന്റ് അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമാക്കാനൊരുങ്ങി ജനകീയ സമരസമിതി. മെയ് 25-ന് ജനകീയ സമരസമിതി പ്ലാന്റിലേക്ക് മാർച്ച് നടത്തും. മാർച്ച് ഡോക്ടർ ഗീവർഗീസ് മാർ കൂർലോസ് മെത്രാപ്പൊലീത്ത ഉദ്ഘാടനം ചെയ്യും. ബിറ്റുമിൻ പ്ലാന്റിനെതിരെ കടപ്പറയിൽ സമരം കടുക്കുകയാണ്. മെയ് 25-ന് പ്ലാന്റിലേക്ക് ബഹുജന മാർച്ചുണ്ടാകും. പ്ലാന്റ് അടച്ചുപൂട്ടുക എന്ന ആവശ്യം അങ്ങനെ ജനകീയ സമരസമിതി കടുപ്പിക്കുകയാണ്. മെയ് 25-ലെ ബഹുജന മാർച്ച് ഡോക്ടർ ഗീവർഗീസ് മാർ കൂർലോസ് മെത്രാപ്പൊലീത്ത ഉദ്ഘാടനം ചെയ്യും. ബിറ്റുമിൻ പ്ലാന്റുകൾക്ക് സുപ്രീം കോടതി, കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ് എന്നിവർ നിഷ്കർഷിച്ചുള്ള നിർദ്ദേശങ്ങൾ കടപ്രയിൽ അപ്പാടെ ലംഘിക്കപ്പെട്ടതായി ജനകീയ സമരസമിതി പ്രവർത്തകർ ചൂണ്ടിക്കാട്ടുന്നു. ഗ്രാമപഞ്ചായത്ത്, ആരോഗ്യവകുപ്പ് എന്നിവരുടെ അനുമതികൾ പ്ലാന്റ് ഉടമ ഉന്നത രാഷ്ട്രീയ ബന്ധങ്ങൾ ഉപയോഗിച്ച് തരപ്പെടുത്തുകയായിരുന്നു. വിഷപുക പുറന്തള്ളുന്ന പ്ലാന്റ് ചുറ്റുവട്ടത്തെ 112 കുടുംബങ്ങളെയാണ് നേരിട്ട് ബാധിക്കുന്നത്. വിഷപുക ശ്വസിച്ച് പലരും രോഗികളായി തീർന്നുവെന്ന് സമരസമിതി നേതാവ് അഡ്വക്കേറ്റ് ജെസ്സി സജൻ പറയുന്നു. അടിയന്തരമായിട്ട് സർക്കാർ അതിനകത്ത് ഇടപെട്ട് ജനവാസ മേഖലയിൽ ഇത്തരം പ്ലാന്റുകൾ പ്രവർത്തിപ്പിക്കാനുള്ള അനുമതി കൊടുക്കരുതെന്നുള്ള രീതിയിൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന് വേണ്ട നിർദ്ദേശങ്ങൾ നൽകേണ്ടതാണ്. കാര്യം മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം ദൂരപരിധി 500 മീറ്റർ മുതൽ 2 കിലോമീറ്റർ വരെ ദൂരപരിധിയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. കേരളത്തിൽ മാത്രമേ ഉള്ളൂ 25 മീറ്ററോ 50 മീറ്ററോ ഒക്കെ അവർ പറയുന്നത്. അതിൽ നിന്ന് തന്നെ വ്യക്തമാകും ഇത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് ജനവാസ മേഖലയിൽ ഇത് പ്രവർത്തിപ്പിക്കാൻ പറ്റാത്തതെന്നുള്ളത്. സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ പല മാനദണ്ഡങ്ങളും ലംഘിച്ചുകൊണ്ടാണ് സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് രാഷ്ട്രീയ സ്വാധീനം മൂലം ഇങ്ങനെ പ്രവർത്തനാനുമതി അവരുടെ ഗൈഡ് ലൈൻ തന്നെ അങ്ങനെയാണ് അവരുണ്ടാക്കുന്നത്. ഒട്ടനവധി ദളിത് കുടുംബങ്ങളാണ് പ്ലാന്റിന് ചുറ്റുമുള്ളത്. ഇവരുടെ പരാതിയെ തുടർന്ന് പ്ലാന്റിന്റെ ലൈസൻസ് നൽകുന്നത് ഒഴിവാക്കാൻ SC/ST കമ്മീഷൻ ശുപാർശ നൽകിയിരുന്നതായി ജനകീയ സമരസമിതി പറയുന്നു. സ്റ്റേറ്റ് SC/ST കമ്മീഷന്റെ ഒക്കെ സിറ്റിംഗ് അവിടെ നടത്തിയിരുന്നു. കാര്യം ഇതിന്റെ ചുറ്റും താമസിക്കുന്ന ഒരുപാട് ആൾക്കാരെ SC/ST വിഭാഗത്തിൽപ്പെട്ടവരാണ്, കോളനി ഉണ്ട്. അപ്പോൾ അവർ പരാതിപ്പെട്ട പ്രകാരം SC/ST കമ്മീഷന് സ്ഥലത്ത് സിറ്റിംഗ് നടത്തുകയും അതോടൊപ്പം തന്നെ ആ സിറ്റിംഗില് ജില്ലാ മെഡിക്കൽ ഓഫീസറോട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് നോക്കുവാനായിട്ട് ആവശ്യപ്പെടുകയും അത് പ്രകാരം ജില്ലാ മെഡിക്കൽ ഓഫീസർ ക്യാമ്പ് നടത്തി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് നിർണ്ണയിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എൻഡോസൾഫാൻ പോലെ നാടിനെ ദുരന്തത്തിലേക്ക് തള്ളുന്ന ബിറ്റുമിൻ പ്ലാന്റ് അവസാനിപ്പിക്കുവാൻ നടപടിയുണ്ടാകണമെന്ന് ജനകീയ സമരസമിതി പ്രവർത്തകർ പത്തനംതിട്ടയിൽ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ജനകീയ സമരസമിതി പ്രവർത്തകരായ വർഗീസ് ജോർജ്, അഡ്വക്കേറ്റ് ജെസ്സി സജൻ, ബിജു കുഴിയുടത്തിൽ, രാജ്കുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട.